ദില്ലിയിൽ കഴിഞ്ഞ 3 ദിവസമായി തങ്ങുന്ന ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് ഉദ്ധവ് താക്കറെ അദ്ദേഹം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമൊക്കെയായി മഹാരാഷ്ട്രയിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ച നടത്തി. പക്ഷേ ആ ചർച്ചയിൽ ഉദ്ധവ് മുൻപോട്ട് വെച്ച ഒരു ഡിമാൻഡും അംഗീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ എന്നിവരുമായിട്ടൊക്കെ നടന്ന ചർച്ചയിൽ 100 സീറ്റ് പോലും മത്സരിക്കാൻ നൽകാനാവില്ല എന്ന് കോൺഗ്രസ് അറിയിച്ചു. 2019 BJPയും ശിവസേനയും ചേർന്ന് മത്സരിച്ചപ്പോൾ ശിവസേന 125 സീറ്റുകളാണ് മത്സരിച്ചെങ്കിൽ ഇത്തവണ 100 സീറ്റ് പോലും നൽകാനാവില്ല എന്ന് കോൺഗ്രസ് അറിയിച്ചു. ഒപ്പം തന്നെ ഉദ്ധവ് താക്കറെയെ കട്ടക്കലിപ്പിലാക്കിയ ഒരു കാര്യം കൂടി കോൺഗ്രസ് അറിയിച്ചു. മുഖ്യമന്ത്രിയാക്കാനായി തങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നും ഏറ്റവും കൂടുതൽ സീറ്റുകൾ തങ്ങൾ മത്സരിക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഉദ്ധവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം വീണ്ടും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകുക എന്നുള്ള ആ സ്വപ്നത്തിന് ഏതായാലും കോൺഗ്രസ് തടയിട്ടിരിക്കുന്നു. ഒപ്പം തന്നെ കൂടുതൽ സീറ്റുകളിലേക്ക് മത്സരിക്കാനുള്ള ഉദ്ധവിൻ്റെ മോഹത്തിനും തിരിച്ചടിയായിരിക്കുന്നു. കാരണം ശിവസേന ഇപ്പോൾ 2ആയി, പഴയ ശക്തിയില്ല എന്നാണ് കോൺഗ്രസ് ഇതിനായി പറയുന്നത്. അതുപോലെ തന്നെ ഉദ്ധവിനെ മുൻനിർത്തി മത്സരിക്കാൻ കോൺഗ്രസിൽ ഒരു വലിയ വിഭാഗത്തിന് താല്പര്യമില്ല. കാരണം കോൺഗ്രസിന് ഭരണത്തിലേറണമെന്നാണ് കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലമായി നാനോ പട്ടോൾ അടക്കമുള്ള മഹാരാഷ്ട്രയുടെ കോൺഗ്രസ് അധ്യക്ഷൻ പറയുന്നത്. ഏതായാലും ഉദ്ധവ് നിരാശനായി മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.